ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. നിങ്ങളുടെ പുതിയ സ്കൂൾ ലൈഫ് എങ്ങനെയുണ്ട്? ഇതിൽ ഒരുപാട് പേര് 8ാം ക്ലാസ്സിലേക്ക് കയറുന്ന സമയത്ത് പുതിയ സ്കൂളുകളിലേക്കായിരിക്കും ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. അവിടെ എത്തിയ സമയത്ത് നിങ്ങളുടെ ഒരു പുതിയ സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത് അത് എങ്ങനെയുണ്ട് മക്കളെ? അടിപൊളിയാണോ? ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, പുതിയ സ്കൂളിലെ പുതിയ ഫ്രണ്ട്സുകളെയൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ സ്കൂളിലെ ചാപ്റ്റേഴ്സുകളും മേ ബി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. പക്ഷേ പല സ്കൂളുകളും ഇപ്പോഴും ടെക്സ്റ്റ് ബുക്കുകൾ പോലും കിട്ടിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൊല്ലം പുതിയ ടെക്സ്റ്റ് ബുക്കാണ് 8ാം ക്ലാസ്സിൽ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പുതിയ ടെക്സ്റ്റ് ബുക്ക്, പുതിയ സ്കൂൾ, എല്ലാം കൊണ്ടും പുതുതായിട്ട് നിൽക്കുന്ന നിങ്ങളുടെ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് സൈലത്തിൻ്റെ യോദ്ധാ ബാച്ചിലേക്ക് ഇപ്പോഴും എത്താത്തത് എന്നുള്ള ഞാൻ ആലോചിക്കുന്നത്. കാരണം നമ്മുടെ യോദ്ധാ ബാച്ചിലുള്ള ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പല സബ്ജക്റ്റുകളുടെയും പല ചാപ്റ്റേഴ്സുകളും നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾ എന്തിനാണ് വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നത് മക്കളെ? അതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ പല ആളുകളും ആലോചിക്കുന്നുണ്ടാവുക, സ്കൂളിലെ ക്ലാസ്സുകളെ കുറച്ച് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ചെല്ലട്ടെ, അവിടെ ഒരു ഓണം എക്സാമിനേഷൻ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ക്രിസ്മസ് എക്സാമിനേഷനൊക്കെ എത്തട്ടെ, എന്നിട്ടൊന്ന് ഇരുന്നിട്ട് പഠിക്കാമെന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ അപ്പോഴേക്ക് സമയം ഒരുപാട് അങ്ങ് പോയിട്ടുണ്ടായിരിക്കും. ഒരുപാട് ചാപ്റ്റേഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കും. 7ാം ക്ലാസ്സിൽ എക്സാം എഴുതിയതുപോലെയുള്ള ഒരു ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ ഒരു സിലബസോ അല്ല ഇനി നിങ്ങളെ ഫേസ് ചെയ്യുന്നത്. 7ാം ക്ലാസ്സിൽ വരെയൊക്കെ നിങ്ങൾ ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ ഇനിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. നിങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു, പക്ഷേ ആ ക്വസ്റ്റ്യൻ പേപ്പർ ആക്ടിവിറ്റി ബേസ്ഡ് ആയിരുന്നു. ഈ പ്രാവശ്യം എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, അങ്ങനെ എസ്സേ ക്വസ്റ്റ്യനുകൾ വരെ എഴുതേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളൊക്കെയാണ് വരാനുള്ളത്. അപ്പോൾ നന്നായിട്ട് പഠിക്കണ്ടേ? 8ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഇതിൻ്റെ ബാക്കിയാണ് 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കുക. അതിൻ്റെ ബാക്കിയാണ് നിങ്ങളുടെ SSLC ലൈഫ് ഉണ്ടായിരിക്കുക. സോ നിങ്ങളുടെ ബേസാണ് SSLCയിലേക്കൊക്കെ നിങ്ങൾ കയറുന്നതിന് തൊട്ട് മുമ്പുള്ള നിങ്ങളുടെ ബേസാണ് 8ാം ക്ലാസ് എന്ന് പറയുന്നത്. അതിനെ നിങ്ങൾ ശക്തമാക്കേണ്ടതുണ്ട്. ഒരു കാരണവശാലും അതിനെ നിങ്ങൾ മാറ്റി നിർത്തരുത്. സോ അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചു തുടങ്ങിയേക്കാം. യോദ്ധാ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാത്ത മക്കളൊക്കെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അഡ്മിഷൻ എടുത്തേക്കാം. അവസാനത്തേക്ക് ബാക്കി വെക്കരുത്. അവസാനത്തേക്ക് ബാക്കി വെച്ചാൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? തൽക്കാലത്തേക്ക് തട്ടിക്കൂട്ടി പരീക്ഷ എഴുതുന്ന രീതിയിലേക്ക് വരെ എത്തും. സോ ആ സിറ്റുവേഷൻ എൻ്റെ മക്കൾക്ക് ഉണ്ടാവരുത്. ആദ്യമേ പറഞ്ഞില്ല എന്ന് വേണ്ട.